തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞാൻ അധികം പറ്റായി. ഇനി എന്തിനു ജീവിക്കണം? വേണ്ട, ഈ നാണം കെട്ട ജീവിതം ഇന്നത്തോടെ ഇവിടെ അവസാനിപ്പിക്കാം. അതേ ഇന്ദുമതി, എല്ലാ ബാധ്യതകളിൽ നിന്നും ഞാൻ ഒഴിവാകുകയാണ്. ഇല്ല, ഇനി എന്റെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. അമ്മേ മൂകാംബികെ, സുരേന്ദ്രൻ തോറ്റുമടങ്ങുകയാണ്. അർത്ഥശൂന്യമായ ജീവിതം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് തന്ന ജീവൻ മനഃപൂർവ്വം ഞാൻ വേണ്ടത് വെക്കുകയാണ്. ഭാര്യയും മക്കളെയും വേണ്ട രീതിയിൽ സംരക്ഷിക്കാനാവാതെ എന്റെ ജീവിതം പരാജയപ്പെട്ടു പോയതാണ്. അതിനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഈ അവിവേകം പൊറുക്കണം. എന്റെ ഭാര്യയും മക്കളെയും ഞാൻ ദേവി മഹാമായെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അവർക്കൊരാപത്തും വരാതെ കാത്തുകൊള്ളണേ ദേവി. അവളെ എടുത്തു വളർത്താൻ നിങ്ങൾക്ക് തോന്നിയ മനസ്സാ ഈ കുടുംബത്തിന്റെ നാശത്തിന് കാരണം. എനിക്ക് നിങ്ങളെ കാണണ്ട. പോയിറങ്ങി കടം തീർത്ത് കുടുംബം മര്യാദക്ക് അന്വേഷിക്കാൻ മാത്രം നിങ്ങളോട് ജീവിച്ചാൽ മതി. അമ്മേ മൂകാംബികെ, എന്റെ അച്ഛനൊരാപത്തും വരാതെ കാത്തോളണേ. അരുത്. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദേ. അമ്മേ, അമ്മേ, ആത്മഹത്യ ഭീരുത്വമാണെന്ന് നിനക്കറിയില്ലേ? ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പ്രാണത്യാഗമല്ല രക്ഷാമാർഗം. ദൈവങ്ങൾക്ക് പോലും പ്രതിസന്ധികളും പ്രതികൂലാവസ്ഥകളും ഉണ്ടാകാറുണ്ട്. എന്ന് കരുതി സ്വന്തം കടമകളിൽ നിന്ന് ആരും ഒളിച്ചോടാറില്ല. ഉറച്ച മനസ്സോടെ, ഒരു പോരാളിയുടെ മനോവീര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നീ വിളിച്ചപേക്ഷിച്ച ദേവശക്തി ഞാൻ തന്നെയാണ്. എന്നിൽ വിശ്വാസമുള്ളിടത്തോളം കാലം പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് കുടുംബം അനാഥമാക്കാമെന്ന നിന്റെ ഈ ഉദ്യമത്തിൽ നിന്ന് നീ പിന്മാറും. മനസ്സുറപ്പോടെ ജീവിതത്തെ നേരിടൂ. അമ്മേ, അമ്മേ മഹാമായേ, അവിടുത്തെ ദർശനം എനിക്ക് തന്നല്ലോ, മതി. ഇനി എന്ത് പ്രതിസന്ധിയും ധൈര്യത്തോടെ ഞാൻ നേരിടും. ഒരു നിമിഷം എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത ഉണ്ടായി പോയതിന് എന്നോട് ക്ഷമിക്കണേ അമ്മേ. നമോ